നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ 2ാം ദിവസ പര്യടനമാണ്. അഭൂതപൂർവമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ കോഴിക്കോട് എത്തുമ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ ഒഴുകി കോഴിക്കോട് എത്താൻ നമ്മൾ എത്തും അല്ലേ, എത്താൻ സാധ്യതയുണ്ട്. കാര്യം അമ്മമാര് ചൂലുമായിട്ട് അമ്മമാര് കോഴിക്കോട് വരണം അല്ലേ, ഉറപ്പായി മഹാപ്രവാഹം ഉണ്ടാകും. അമ്മമാരുടെ ചൂലിന് വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം എന്തൊക്കെയാ വിശേഷങ്ങള്. ഓക്കെ ചേട്ടാ, എങ്ങോട്ട് പോവാ? ചേട്ടന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താണ്, റാങ്ങാലി എന്ന് പറയും. ഈ പഞ്ചായത്തിലുള്ള ഒരു ചായ കിട്ടി വരൂ. തീർച്ചയായിട്ടും ചായ മാത്രമല്ല എഴുത്തുകാരനാ. ഓ അത് ശരി. അല്ല, ഈ ഒരു പരിപാടിയിൽ പറയാൻ തോന്നിയൊരു കാര്യം അതിന്റെ വാർത്ത സുർജിത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മള് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള നാടക ശില്പശാല നടത്തുന്നുണ്ടായി. ഞങ്ങളുടെ നാട്ടിലുള്ള ഏകദേശം 75ഓളം കുട്ടികൾ, ഒരു 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിനകത്ത് പങ്കെടുത്തത്. ഒറ്റ ദിവസം മുഴുവൻ നടത്തി. ഇനിയിപ്പോൾ ഈ 12-13 ദിവസങ്ങളിൽ ഒരു നാടകയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന ക്യാമ്പ് നടക്കുകയാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 25 കുട്ടികൾ. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വാർഡിനകത്ത് പ്രധാനപ്പെട്ട 7 കേന്ദ്രങ്ങളിൽ, 7 മൂലകളിൽ, നാട്ടുമ്പോഴാണ്, പുഴയുടെ തീരത്തുള്ളൊരു പ്രദേശമാണ്. ആ 7 മൂലകളിലും കുട്ടികൾ കൂട്ടപ്പാട്ടുകൾ, സംഗീത ശില്പം, പിന്നെ ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ 3 നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഈ പഞ്ചായത്ത് മുഴുവനും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയോട് വലിയൊരു ഐക്യദാർഢ്യം സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ലോകത്ത് വാഴുന്ന അങ്ങേക്ക് എല്ലാ ഐശ്വര്യങ്ങളും. അപ്പൊ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചാലോ. ചേട്ടാ, നമ്മളൊരു വലിയ യാത്രയിലാണ് മയക്കുമരുന്നിനെതിരായിട്ട്. ചേട്ടൻ ഇതുവരെ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ താങ്കളുടെ പേര്? എന്റെ പേര് ജിതിൻ. ജിതിൻ എന്താ ചെയ്യുന്നത്? ഞാന് ഇപ്പൊ വർക്ക് ചെയ്യാ. ഇവിടെ എറണാകുളത്ത്. അപ്പൊ ഈ വാണിയംകുളം എങ്ങനെ ഇരിക്കുന്നു? അത് നല്ല രീതിയിൽ പോട്ടെ. വാണിയംകുളത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തുവാ? ഇവിടുത്തെ അട്രാക്ഷൻ ഈ ഹോസ്പിറ്റൽ, പി കെ ദാസ് ഹോസ്പിറ്റല്. എല്ലാരും ആശുപത്രി കയറി കിടക്കും. പരിപാടിയാ. ഓക്കെ, വേറെ പിന്നെ ഇവിടെ ചന്തയുണ്ട്, വാണിജ്യ ചന്ത. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നാട്ടുകാര്. ഈ ചേട്ടനെ മസിൽ പിടിച്ചിരിക്കുന്നത് എന്താ? ഒന്നുമല്ല, പേരെന്താ? ജിമ്മൊന്നുമില്ല, ചേട്ടൻ ആകെ ചെറിയ മസിലുണ്ട് അല്ലേ, ചെറിയ പ്രോ ഉണ്ട് അല്ലേ. ഓക്കെ, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല പോകുന്നുണ്ട്. ഓട്ടോ വേണോ ചേട്ടന്? ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഏതൊക്കെ റൂട്ടാ? സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെയൊക്കെ ഒന്ന് കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷ പ്രകടനം കോഴിക്കോട് വേണമായിരുന്നു അല്ലേ? ഒരു 10-15 ഓട്ടോറിക്ഷ. നമ്മൾ കേരളത്തിൽ ഓട്ടോക്കാർ ഭയങ്കര സ്നേഹമായിരുന്നു. അല്ല, അവരുടെ കയ്യിലിരിക്കുക കാര്യങ്ങള്. എന്താ പറയാ, നമ്മുടെ കുട്ടികളെ ലഹരിയിൽ വായന ഒരു ലഹരിയാണ്, സോഷ്യൽ ലഹരി. അപ്പൊ ഈ ലഹരികള്, നമസ്കാരം സാർ. ഓക്കെ, നമസ്കാരം. ലഹരികള് വായന ലഹരിയാക്കണം. അതേ പറയുന്നത്, വായന ലഹരിയാക്കണം.